നമസ്കാരം. ഒരു രാജ്യത്ത് ഭരണാധികാരികൾ അസ്വസ്ഥരാകുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ഈ കേരളത്തിൽ ഇപ്പോൾ വി.ഡി. സതീശൻ അസ്വസ്ഥനായാൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എവിടെയോ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതായത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് എന്തോ ഒന്ന് വി.ഡി. സതീശൻ ഭരണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഏതു വിധേനയാകാം. ചിലപ്പോ നല്ല ഒരു ഉദ്ദേശത്തിൽ കൊണ്ടുവന്നതാകാം സതീശൻ കൊണ്ടുവന്നത്. ചില ജനങ്ങൾക്ക് ഇത് താല്പര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എതിർപ്പ് കൊണ്ടുവരും. അതുപോലെ കേന്ദ്ര സർക്കാർ ഇപ്പോ യുവാക്കളുടെ മേൽ ഇങ്ങനെ ഇറങ്ങുകയാണ്. അവരെ ഭീകരവാദികളാക്കാൻ നോക്കുകയാണ്. ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പറയാം. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടായ്മ, സെക്കൻഡുകൾ കൊണ്ട് മില്യണായി പോകുന്ന കോക്രോച്ച് കൂട്ടായ്മ, മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചതല്ലേ. അതിനെ നേരിടാൻ ശേഷിയില്ലാതെ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ അതിനെ ഒരു ഭീകര സംഘടനയാക്കി ചിത്രീകരിക്കാൻ നോക്കുകയാണ്. പാകിസ്ഥാൻ്റെത്, അതല്ലെങ്കിൽ ഇന്ത്യയെ എതിർക്കുന്ന, ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശത്രു രാജ്യങ്ങൾ പടച്ചുണ്ടാക്കി വിട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനം, ഒരു സാങ്കല്പിക പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും ചെന്ന് കൂടുവെക്കുകയാണ്. അത് തീവ്രവാദമാണ്, അത് രാജ്യദ്രോഹമാണ്. അതുകൊണ്ട് അതുമേൽ തലവെച്ച് കൊടുക്കരുത് എന്ന് നമ്മുടെ ഭരണാധികാരികൾ ഈ യുവാക്കളെ പഠിപ്പിക്കുകയാണ്. അത് ഏതോ ആയിക്കോട്ടെ, ശത്രു രാജ്യങ്ങൾ ഉണ്ടാക്കിയതോ ആയിക്കോട്ടെ, രാജ്യത്തെ തകർക്കാനുള്ള ഒരു സംഘടന ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു വിഭാഗം, വലിയൊരു വിഭാഗം, ചെറിയൊരു വിഭാഗമല്ല, വലിയൊരു വിഭാഗം, കോടിക്കണക്കിന് യുവാക്കൾ അതിൽ ചെന്ന് അംഗത്വം എടുത്തുകൊണ്ടും അല്ലാതെയുമൊക്കെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്? ഇതെന്തെങ്കിലും ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ഒന്നും അല്ലല്ലോ. വെറുതെ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുള്ള, ആരോ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മ മാത്രമല്ലേ. അത് ഇത്ര സെക്കൻഡുകൾ കൊണ്ട് കോടികളുടെ പിന്തുണ നേടി മാറിയിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? ഭരണകൂടത്തിന് എവിടെയോ പരാജയമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ആശയം കൊണ്ട് വരുമ്പോൾ കോടിക്കണക്കിന് യുവാക്കൾ, ജനങ്ങൾ, അവരെ പിന്തുണയ്ക്കുന്ന മറ്റുള്ളവർ, അതിൽ പ്രശസ്തരും അല്ലാത്തവരുമുണ്ട്, അവരൊക്കെ അവരുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന് എവിടേക്കോ എന്തൊക്കെയോ അബദ്ധങ്ങളുണ്ടെന്ന് സമ്മതിക്കലല്ലേ നല്ലത്. അത് തിരുത്തി ആ യുവാക്കളെയും ആ സമൂഹത്തെയും തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കേണ്ടത്. അല്ലാതെ അത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കുകയാണ് വേണ്ടത്. എന്താണ് വേണ്ടത്? ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ സമീപനങ്ങളും തങ്ങൾക്കെതിരെ ഉയരുന്ന ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളുമാണ്. എന്താ സംശയം? ഒരു സംശയം വേണ്ട, അത് തന്നെയാണ് ഇന്ന് യുവാക്കൾ എതിർക്കുന്നതും. കാരണം അവർ ജീവിക്കുന്നത് 2026-ലാണ്. ലോകത്തോടൊപ്പമാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ ഭരണാധികാരികൾക്ക് ഇപ്പോഴും അരനൂറ്റാണ്ട് പിന്നിൽ നിൽക്കാനേ കഴിയുന്നുള്ളൂ. അവർക്ക് ലോകത്തിന്റെ സൗകര്യങ്ങൾ, ലോകത്ത് അവരുടെ സമപ്രായക്കാരായിട്ടുള്ള മറ്റു യുവാക്കൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, അവരുടെ തൊഴിലവസരങ്ങൾ, ഇവരുടെ ടാലന്റ്, അതൊന്നും കാണുന്നില്ലേ. ഇവർ കഴിവുള്ളവരല്ലേ. ഈ IT ടെക്കികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? AI കാലമാണത്. AI ഈ കാലത്ത് അത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വിനിയോഗിക്കപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. ഇനി അഥവാ അത്രത്തോളം ഇല്ല എന്നുണ്ടെങ്കിലും അതിനുള്ള അവസരങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിൽ കയറി കൊള്ളിവയ്ക്കുന്ന പരിപാടിയല്ലേ നമ്മുടെ അധികാരി വർഗങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാജ്യത്ത് നിലനിൽക്കുന്ന കടുത്ത സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളുണ്ട്. അതിനെ അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇന്ന് ഡോളറിന്മേൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം എവിടെ നിൽക്കുകയാണ്? അതുപോലെ ഇപ്പോൾ പെട്രോളിന് ഡീസലിന് വില കൂട്ടി. എന്തുകൊണ്ടാണ് കൂട്ടേണ്ടി വരുന്നത്? രാജ്യത്തെ ജനങ്ങൾ മുണ്ടുമുറുക്കി എടുക്കണം, അവർ വിദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങരുത്, സ്വർണം വാങ്ങരുത്, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്ന്, ഒരു ലോക്ക്ഡൌണിന് സമാനമായി ജീവിക്കണമെന്ന് ഒരു രാജ്യത്തെ ഭരണാധികാരി ഉത്തരവിടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹമെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിനു പുറമെയാണ് തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി വിയോജിപ്പുകളെയും വിമർശനങ്ങളെയും രാജ്യദ്രോഹമായി ചിത്രീകരിക്കുന്ന കാഴ്ച ഇങ്ങനെ നമുക്ക് കാണേണ്ടി വരുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾ അവരുടെ ഭാവി കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളുടെ തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചകൾ വഴി അവതാളത്തിലായിരിക്കുന്നതിന് അവർ പ്രതിഷേധിക്കും. കാരണം അവർ കഷ്ടപ്പെട്ട് വിളക്കിന്റെ ചുവട്ടിലും അവിടെയും ഇവിടെയും ഇരുന്ന് പഠിച്ചാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ മത്സര പരീക്ഷകളും അതിന്റെ ചോദ്യപേപ്പറുകൾ ചോരുന്ന അവസ്ഥയാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉത്തരേന്ത്യയിലൊക്കെ മണ്ണെണ്ണ വിളക്കിന്റെയും അല്ലാതെയും ഒക്കെ വെട്ടത്തിലായിരുന്നു പഠിക്കുന്നേ. നമ്മളെ കേരളത്തിലെ സാഹചര്യം എല്ലായിടത്തുമാണെന്ന് കരുതരുത്. മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി തങ്ങളുടെ രാജ്യത്ത് തന്നെ അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു സങ്കല്പത്തിൽ അവർ എഴുതാൻ പോകുന്നതാണ്.
തങ്ങൾക്ക് ഇവിടെ ഒരു അവസരമുണ്ട്, തങ്ങളെ രാജ്യം തങ്ങളെയും പരിഗണിക്കും എന്ന് കരുതി അവർ അവരുടെ അവസരത്തെ വിനിയോഗിക്കാൻ പോവാണ്. അവർ പരീക്ഷയെ നേരിടാൻ പോകുകയാണ്. അപ്പോഴാണ് അതിനുള്ള ചോദ്യപേപ്പറുകൾ ചോർന്നുകൊണ്ട് ആർക്കൊക്കെയോ വേണ്ടി ചോർത്തി കൊടുത്തുകൊണ്ട് അവരെ ആ പരീക്ഷയുടെ അനർഹമായ സ്ഥാനങ്ങളേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഭരണാധികാരികൾ തന്നെ കൂട്ടിനിൽക്കുന്നത്. കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഇത്തരം ഗുരുതരമായ വീഴ്ചകളിൽ ഉത്തരവാദികളായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള മന്ത്രിമാർ രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ള ആവശ്യം ഇന്ന് യുവാക്കളുടെ ഇടയിൽ ശക്തമാകാൻ കാരണം വേറൊന്നുമല്ല. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ പരിഹാരം കാണാൻ ഇന്നുവരെ സർക്കാർ ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ, തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ അവസ്ഥ എന്താ? രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അഭൂതപൂർവമായിട്ടുള്ള നിരക്കിൽ കുതിച്ചു ഉയരാണ്. രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ പലപ്പോഴും അടിവരയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞതുമാണ്, മുണ്ട് മുറുക്കി ഉടുക്കണം, നിങ്ങൾ ടൂറ് പോകരുത്, സ്വർണം വാങ്ങരുത്, ഇല്ലേ, ഗ്യാസ് ഉപയോഗിക്കരുത്, പെട്രോൾ വാഹനങ്ങൾ എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങരുത്, കത്തിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ലോക്ക്ഡൌണിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നത് പോലെ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നാൽ അങ്ങനെ ഇരുന്നു കൊള്ളണം എന്ന് പറയാണ്. അത്രത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുകയാണെന്ന് പറയാണ്. ഈ പ്രതിസന്ധി എങ്ങനെ വന്നു? ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ വന്നു? അവിടെ ഹോർമൂസിൽ പെട്രോൾ കിട്ടാത്തതുകൊണ്ട് വന്നതാണോ? അല്ല. ഇവിടുത്തെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, അല്ലെങ്കിൽ എങ്ങനെയാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവിടുത്തെ യുവാക്കളെ അതിന് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ അറിവില്ലായ്മ കൊണ്ടുണ്ടായതാണ് ഇതൊക്കെ. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ്. ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഇത്രമേൽ ദുസ്സഹമായിട്ടും അതിന് പരിഹാരം കാണാൻ കേന്ദ്ര ഭരണകക്ഷിയുടെ വക്താക്കൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഫ്രഞ്ച് വിപ്ലവ കാലത്ത് റൊട്ടിയില്ലാത്തവർക്ക് കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ച മേരി അന്റോനെറ്റിന്റെ അതേ ജനവിരുദ്ധവും പരിഹാസ്യവുമായ ഒരു സമീപനമാണ് ഇന്നത്തെ ഭരണാധികാരികളും വെച്ചു പുലർത്തുന്നത് എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ അതിനെ ഉദാഹരിക്കാൻ പറ്റൂ. സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ അത് രാജ്യത്തുടനീളം വലിയ തോതിലുള്ള അസംതൃപ്തിയും രോഷവും നുരിച്ചു പൊന്നുന്നുണ്ട്. എന്നാൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തലുകൾ വരുത്തുന്നതിന് പകരം ദേശീയ സുരക്ഷ പോലുള്ള പല്ലവികൾ എടുത്തുയർത്തി ഇങ്ങനെ വെക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ജാതീയത, ജാതി, മതം ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് മറ്റു പ്രശ്നങ്ങളെയൊക്കെ മറന്നുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് പോലെ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. യുവജനങ്ങളെ ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രതിഷേധം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരുമ കൊണ്ട്, അവരെ തെരുവിൽ ഇറങ്ങി നടക്കുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന യുവാക്കൾക്കെതിരെ UAPA പോലുള്ള കറുത്ത നിയമങ്ങൾ ചുമത്തിയിട്ട് അവരെ ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, സമൂഹ മാധ്യമങ്ങളിലെ സെൻസർഷിപ്പ് വളരെ ഗുരുതരമാണെന്ന്. യുവാക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുന്നത്. ഇതുവരെ നിരോധിക്കപ്പെട്ടിട്ടുള്ള വീഡിയോകളോ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളോ കോക്രോച്ചിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തെ എതിർക്കുന്നത് അല്ലെങ്കിൽ രാജ്യം നശിച്ചു പോകണമെന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഭയക്കുന്നു, ഭരണാധികാരികൾ ഭയക്കുന്നു. യുവാക്കളുടെ ഈ ഒരുമ, ഈ യുവാക്കളുടെ ഈ ആവശ്യം ഉയർന്നു വന്നാൽ തങ്ങളുടെ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്, അത് നടക്കില്ല എന്നവർ തിരിച്ചറിയുന്നു. അതിനു വേണ്ടിയിട്ട് ഇത് ഭീകരമായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്താണ്. ഇത് ശരിയല്ല, നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയുകയാണ്, അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ്. പക്ഷെ അവരോ വളരെ വലിയ പ്രതിഷേധത്തിൽ ആണ്ട് നിൽക്കുകയാണ്. ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു, അതിനേക്കാൾ ശക്തിയുള്ളത് പുതിയതുണ്ടാക്കുന്നു. സോഷ്യൽ മീഡിയയുടെ ശക്തി നമ്മുടെ ഭരണാധികാരികൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ പ്രതിഷേധിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതായത് പ്രതിഷേധങ്ങൾ എന്തിനേയും വിദേശത്തെ അല്ലെങ്കിൽ ബാഹ്യശക്തികളുടെ ഗൂഢാലോചനയെ ചിത്രീകരിച്ച് ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താമെന്നത് ഭരണകൂടത്തിന്റെ വ്യാമോഹം മാത്രമല്ലേ? അത് സ്ഥിരമായത് നടക്കുന്ന കാര്യമാണോ? ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ നേരിടുന്നത് തീർത്തും അപഹാസ്യമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുകയും ജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി നൽകുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമ. അത് പറയണം. അതിനാണല്ലോ അവിടെ കസേരയിൽ കയറ്റിയിരുത്തിയേക്കണേ. അതിൽ പരാജയപ്പെടുന്ന കേന്ദ്ര സർക്കാർ തങ്ങളുടെ തെറ്റായ സമീപനങ്ങൾ അടിയന്തരമായി തിരുത്തണം. യുവാക്കൾ അത് ചൂണ്ടിക്കാണിക്കും. കാരണം അവർ ഇന്ന് 2024 അവർ ജീവിക്കുന്നത്. അവർക്കറിയാം, അവർ ലോകം കണ്ടവരാണ്, ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ അവർ ആഗ്രഹിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ തൊലയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ നയങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ നശിപ്പിക്കും എന്നറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ട്, നാളെയുടെ ലോകം അവരുടേതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെ ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർ പ്രതിഷേധിക്കും. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളെ തല്ലിക്കെടുത്തിയിട്ട് ഇന്ന് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് തങ്ങളുടെ പ്രവർത്തനമെങ്കിൽ ആ പ്രവർത്തനം കൊണ്ട് എന്താണ് ഗുണം? ആർക്കാണ് ഗുണം? Different angles. Don't forget to subscribe and support this channel.